Welcome back to Sapphire Future Academy Board Booster series. In the last class, we have discussed about the structure of DNA and their main nitrogen bases, etc. So, in this class, we have discussed the remaining portion of molecular basis of inheritance. Okay. So, the first portion is packing of DNA helix in prokaryotes. So, what is meant by prokaryotes? എല്ലാവർക്കും അറിയാം എന്താണ് prokaryotes അല്ലേ? prokaryotes എന്ന് പറഞ്ഞാൽ എന്താണ്? There is no true nucleus അല്ലെങ്കിൽ there is no well developed nucleus. Well developed nucleus that is absent in ഏതിലാണ്? prokaryotes എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് prokaryotes എന്താ പ്രത്യേകത? പ്രത്യേകിച്ച് നമുക്കൊരു DNA എന്ന് പറയും, ഒരു നമ്മുടെ ഒരു ന്യൂക്ലിയസ് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് എന്തുണ്ട്? ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, then a nucleolus ഉണ്ട്, then ഇവിടെ chromatin ഉണ്ടാവും, nucleoplasm ഉണ്ടാവും അല്ലേ? So all these structures are completely absent in prokaryotes. So prokaryotes ൽ നോക്കിക്കേ, suppose this is the structure of a bacteria. It is a rod shaped bacteria with flagella, cilia, etc. So in this case നോക്കി നമുക്ക് ഇവിടെ DNA എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇത്രയും ഭാഗമാണ് നമ്മുടെ DNA. അപ്പോൾ DNAക്ക് എന്തില്ല? there is no well protection. കണ്ടോ? പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ന്യൂക്ലിയസ് എന്ന് പറയാൻ പറ്റില്ല. എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ? ന്യൂക്ലിയോയിഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത ശരിക്കും? ഇതിന്റെ DNAയുടെ ചാർജ് നമുക്ക് എല്ലാവർക്കും അറിയാം, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് DNA. അപ്പോൾ നോക്കി, ഈ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള DNAയിൽ എന്താ ഉണ്ടാവുന്നത്? കുറച്ച് പ്രോട്ടീൻസ് ആണ് വരുന്നത്. കുറച്ച് പ്രോട്ടീൻസ്, പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻസ്. അപ്പൊ നെഗറ്റീവ്ലി ചാർജ് ഉള്ള DNA പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻസും കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയും. അപ്പൊ പ്രത്യേകിച്ച് എന്തില്ല ഇവിടെ? ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, ന്യൂക്ലിയോളസ് ഇല്ല, ക്രോമാറ്റിൻ, അത്രയും നമുക്ക് ക്രോമസോം എന്ന് പറയുന്ന സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? അത്ര ഇതുപോലൊരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ്റെ ഉള്ളിലൊന്നുമല്ല. ജസ്റ്റ് എന്താണ്? ജസ്റ്റ് DNA സ്കാറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുവാണ്? അതിന്റെ സൈറ്റോപ്ലാസ്റ്റിൽ കിടക്കുവാണ്. അപ്പൊ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത്? നമുക്ക് ന്യൂക്ലിയോയിഡ് എന്നാ പറയാം. അപ്പൊ ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? DNA എന്ത് മാത്രമേ ഉള്ളൂ? പോസിറ്റീവ് ചാർജ്ഡ് പ്രോട്ടീൻസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് വേറെ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഒന്നുമില്ല. ജസ്റ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് DNA പ്ലസ് positively charged protein together known as nucleoid. This is considered as the genetic material of prokaryote. അതേസമയം നമുക്ക് എന്താണ്? ഇതാണ് നമ്മൾ ഇവിടെ പറയുന്നത് എന്ത്? നമ്മുടെ ഇതിന്റെ പാക്കിംഗ്, DNAയുടെ ഹെലിക്സിന്റെ പാക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. അതേസമയം നമുക്ക് എന്താണ്? യൂക്കാരിയോട്സ് ആണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫോമാണ് യൂക്കാരിയോട്സ് അല്ലേ? അപ്പൊ യൂക്കാരിയോട്സിലാവുമ്പോൾ എന്താ പ്രത്യേകത? ഇങ്ങനെ നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ DNA പാക്ക് ചെയ്തിട്ടുണ്ടാവും. നോക്കാം നമുക്ക് എങ്ങനെയാ വരിക എന്നുള്ളത്. അപ്പൊ നോക്കാം, ഇവിടെ നമുക്ക് യൂക്കാരിയോട്സിലാണെങ്കിൽ എന്താണ്? നമ്മൾ DNAയുടെ സ്ട്രക്ചർ ഓൾറെഡി പറഞ്ഞതാണ്. എങ്ങനെയായിരുന്നു? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് DNAയുടെ വരുന്നത്. കണ്ടോ? അപ്പൊ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇങ്ങനെ ഡബിൾ ഹെലിക്കലായിട്ട് DNA സ്ട്രക്ചർ വരും. അപ്പൊ അതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെ യൂക്കാരിയോട്സിൽ എന്തൊക്കെ ഉണ്ടാവും? DNAയുടെ ഒപ്പം എന്താ ഉണ്ടാവുക? കുറച്ച് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പ്രോട്ടീൻസ് വരും. പിന്നെ എന്തും കൂടി വരും? ഒരു നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസും വരും. അപ്പൊ രണ്ട് തരത്തിലുള്ള പ്രോട്ടീൻസ് ആണ് ഇവിടെ വരുന്നത്. എവിടെയാണ്? നമുക്ക് യൂക്കാരിയോട്സിൽ DNAയുടെ കൂടെ എന്തൊക്കെ വരും? ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറയും. ഹിസ്റ്റോൺ പ്രോട്ടീനും നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു നല്ല വെൽ ഡെവലപ്ഡ് പാക്കിംഗ് ആണ് എവിടെ വരുന്നത്? യൂക്കാരിയോട്സിൽ. അപ്പൊ യൂക്കാരിയോട്സിൽ നോക്കിക്കാൻ നമ്മൾ അതാണ് പറയുന്നത്. ഈ ഹിസ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ആണ്. ഇതെന്ത് ചെയ്യും? ഈ ഹിസ്റ്റോൺസ് എത്രയുണ്ടാവും? 8 ഹിസ്റ്റോൺസ് ആണ്. ഹിസ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? പ്രോട്ടീൻസ് ആണ്. ഈ 8 ഹിസ്റ്റോൺസ് എന്ത് ചെയ്യും? ഒരു ബോള് പോലെ അറേഞ്ച് ചെയ്യും. കണ്ടോ? ഇതേപോലെ ഒരു ബോള് പോലെയാണ് ആര് അറേഞ്ച് ചെയ്യുക? ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അറേഞ്ച് ചെയ്യുക. അപ്പൊ ഹിസ്റ്റോൺ പ്രോട്ടീൻസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഇപ്പൊ നമുക്ക് ഹിസ്റ്റോൺ പ്രോട്ടീൻസിന്റെ പേര് എന്താണെന്നറിയോ? H1, H2A, H2B, then H3, H4. ഇങ്ങനെ ഇത്രയും ഹിസ്റ്റോൺസ് ഉണ്ട്. അതിൽ ഈ 4 ഹിസ്റ്റോണിന്റെ 2 യൂണിറ്റ് 2 യൂണിറ്റ്സ് വെച്ചിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ഹിസ്റ്റോൺ ഒക്ടോമർ എന്ന് പറയും. എന്താ പറയുന്നത്? ഹിസ്റ്റോൺ ഒക്ടോമർ. ഒക്ടോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്?
1 2 3 4 4 ഹിസ്റ്റോൺസും അതെന്താണ് ജസ്റ്റ് ഡബിൾ ചെയ്യും. അതായത് 2 H2A 2 H2B 2 H3 ആൻഡ് 2 H4 അങ്ങനെ 4 ഹിസ്റ്റോൺ പ്രോട്ടീൻസിന്റെ ജസ്റ്റ് ഡബിൾ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഇതേപോലെ ഒരു ബോൾ പോലെയുള്ള സ്ട്രക്ചർ ഫോം ചെയ്യും. പക്ഷെ എന്താണ് ഈ H1 മാത്രം എന്തായിട്ടൊരു ലിങ്ക് ആയിട്ട് നിൽക്കും. ഇത് ലിങ്കർ ആയിട്ട് നിൽക്കും. എന്തിനാ ലിങ്ക് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ന്യൂമറസ് ഹിസ്റ്റോൺസിനെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആയിട്ട് ആര് നിൽക്കും? H1 ഹിസ്റ്റോൺ നിൽക്കും. പക്ഷെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരെല്ലാം തന്നെ ഒരു ഗ്രൂപ്പ് ആയിട്ട് എന്തായിട്ട് മാറുവാണ്, ഒരു ബോൾ പോലെ. ആ സ്ട്രക്ചറാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, H2 H2A H2B H3 H4 ഒക്കെ എല്ലാം കൂടി എന്ത് ചെയ്യും? ഈ രണ്ടെണ്ണായിട്ടൊരു ഗ്രൂപ്പ് വരും. ഇതിലെന്താണ് H1 മാത്രം ഒരു ലിങ്കർ ആയിട്ട് നിന്നു. ദെൻ ഇതിൽ നമ്മുടെ എന്ത് ചെയ്യാണ്, ഒരു DNA സ്ട്രാൻഡ് ഇങ്ങനെ റാപ്പ് ചെയ്യും. അതായത് ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഹിസ്റ്റോൺ എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യാണ്, ഇങ്ങനെ DNA റാപ്പ് ചെയ്യും. അതിന് ഐ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോസോംസ് എന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കിക്കേ, യൂക്യാരിയോട്സില് DNA ഹെലിക്സിന്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണ്? ന്യൂക്ലിയോസോം ആണ്. അപ്പൊ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. DNA എവിടെ റാപ്പ് ചെയ്യും? റാപ്പ് അറൌണ്ട് ഒക്ടോമർ. ഏത് ഒക്ടോമർ ആണ്? ഹിസ്റ്റോൺ ഒക്ടോമർ. ഹിസ്റ്റോൺ ഒക്ടോമറിൽ എന്ത് ചെയ്യുവാണ്? നേരെ ഈ ഹിസ്റ്റോൺ ഒക്ടോമറും DNA കൂടി ജോയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹിസ്റ്റോൺ ഒക്ടോമർ ഇങ്ങനെ ഒരു ബോൾ പോലെ ഇരിക്കും. ആ ബോളിന്റെ മുകളിൽ എന്ത് ചെയ്യാണ്? DNA റാപ്പ് ചെയ്യുമ്പോൾ വരുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം. അപ്പൊ നമുക്ക് ഈ DNA കോയിലിംഗ് വരുമ്പോൾ ആദ്യം വരുന്ന, നമുക്കിപ്പോ എന്താ പ്രത്യേകത നമ്മൾ പറഞ്ഞു? DNA മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. DNA എങ്ങനെ എന്തായിട്ട് മാറുക? ക്രോമസോമിലേക്ക് എൻട്രി ചെയ്യും. അല്ലെങ്കിൽ DNA കണ്ടൻസ് ചെയ്തിട്ട് എങ്ങനെ ക്രോമസോം ആവുന്നാണ് നമ്മൾ ഈ പറയുന്നത്, പാക്കിംഗ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ആദ്യം നമ്മുടെ ഈ സ്റ്റോൺ എന്ത് ചെയ്യും? ആദ്യം ഹിസ്റ്റോൺ ഒക്ടോമർ ഒരു ബോൾ പോലെ നിൽക്കും. അതിന്റെ ചുറ്റും ആര് റാപ്പ് ചെയ്യും? DNA റാപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ന്യൂക്ലിയോസോം ഫോം ചെയ്യും. അത് ഏതുപോലെ ഇരിക്കും? ഒരു ബീഡ്സ് പോലെയാണ്, മുത്തുകൾ പോലെ ഇരിക്കുന്ന സ്ട്രക്ചറാണ്. അപ്പൊ ഇതിൽ വരുന്ന ഈ പ്രോട്ടീൻസ്, നമ്മുടെ ഈ ഹിസ്റ്റോണിൽ വരുന്ന എന്താണ്? ശരിക്കും ഹിസ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞേ? പ്രോട്ടീൻസ് ആന്ന് പറഞ്ഞു അല്ലെ. പ്രോട്ടീൻസ് എന്തുകൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്? അമിനോ ആസിഡ്സ് കൊണ്ടാണ്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഈ ഹിസ്റ്റോണിൽ വരുന്ന അമിനോ ആസിഡ്സ് ഏതാണ്? ലൈസിനും ആർജിനും. നമ്മൾ ഓൾറെഡി ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് എന്ത്? അമിനോ ആസിഡ്സ്. അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന അമിനോ ആസിഡ്സ് ഏതാണ്? ലൈസിൻസും ആർജിനുമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്? ഈ ഇങ്ങനെ ഒരു ന്യൂക്ലിയോസോംസ് മാത്രം പോരാ, ഇങ്ങനെ ന്യൂമറസ് ന്യൂക്ലിയോസോംസ് എന്ത് ചെയ്യുവാണ്? ഹൈലി കോയിൽ ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? അത് ക്രോമാറ്റിൻ ക്രോമസോം ഒക്കെ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് പറയുന്നേക്കാൾ മുന്നേ ഒരു കാര്യം കൂടി നോക്കുക. നമുക്കൊരു ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ബോൾ പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ ആണ്. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ DNA റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ DNA-ൽ എത്ര നൈട്രജൻ ബേസ് ഉണ്ടാവും എന്നാ പറയുന്നത്? 200 ബേസ് പെയർസ്. ഇതിലാണ് ഒരു സിംഗിൾ ന്യൂക്ലിയോസോമിൽ എന്തുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? 200 ബേസ് പെയർ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സിംഗിൾ ന്യൂക്ലിയോസോംസിൽ ഇതിങ്ങനെ നിൽക്കുന്നതിൽ എന്താണ്? നമ്മുടെ DNA ആണ് ഇങ്ങനെ റാപ്പ് ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ DNA-ലാണ് എന്ത് വരുന്നത്? നൈട്രജൻ ബേസ് വരുന്നത്. അപ്പൊ ഏകദേശം 200 ബേസ് പെയർസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ന്യൂക്ലിയോസോംസ് എന്ത് ചെയ്യാണ്? ഇങ്ങനെ സെവറൽ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് എന്തായിട്ട് വരുന്നത്? അത് ക്രോമാറ്റിനായി പിന്നെ എന്തായിട്ട് വരും? ക്രോമസോംസ് ആയിട്ട് വരും. അപ്പൊ അതിന്റെ ബേസിൽ നമുക്കൊരു ചെറിയൊരു കാൽക്കുലേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ന്യൂക്ലിയോസോംസിൽ നമ്മൾ പറഞ്ഞു എത്ര ബേസ് പെയർസ് ആണ്? 200 ബേസ് പെയർസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഹ്യൂമൻ ബോഡിയിൽ എത്ര ന്യൂക്ലിയോസോംസ് ഉണ്ട് എന്ന് ഒരു കാൽക്കുലേഷൻ ആണ്. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഓൾറെഡി നമ്മുടെ പറഞ്ഞു, നമ്മുടെ ഡിപ്ലോയിഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഡിപ്ലോയിഡ് സെറ്റ്സിൽ എത്ര ഉണ്ടാവും പറഞ്ഞത്? 6.6 into 10⁻⁹ ബേസ് പെയർസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ വാല്യൂനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 200 ബേസ് പെയർസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോസോംസ്. എങ്ങനെയാ പറഞ്ഞത്? ഓൾറെഡി ഡിപ്ലോയിഡ് സെറ്റ്സിൽ എത്രയുണ്ടെന്നാ പറഞ്ഞത്? 6.6 into 10⁻⁹ ബേസ് പെയർസ് ഉണ്ട്. നമ്മുടെ ഡിപ്ലോയിഡ് കണ്ടന്റ് ആണ്, അല്ലെ ഡിപ്ലോയിഡ് ക്രോമസോംസിലുള്ള ഒരു ബേസ് പെയർസിന്റെ നമ്പർ ആണ് 6.6 into 10⁻⁹ ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കുക? ഒരു ന്യൂക്ലിയോസോമിലുള്ള നൈട്രജൻ ബേസ് എത്രയാ? 200. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പർ ആണ് എന്ത് പറയുന്നത്?
ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോസോംസ് ഇൻ ഹ്യൂമൻ. അപ്പൊ എത്ര വരും? 3.3 into 10⁻⁷. അപ്പൊ ജസ്റ്റ് ആ കാൽക്കുലേഷനും കൂടി ഇതിന്റെ കൂടെ ഒന്ന് നോക്കി വെക്കുക. ഇനി നമുക്ക് എന്താണ്, നമ്മൾ ഓൾറെഡി ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ പഠിച്ചു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇത് എങ്ങനെയാണ് കണ്ടൻസ് ചെയ്തിട്ട് എന്തായിട്ട് മാറണത്? ക്രോമസോം ആയിട്ട് മാറും. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ എന്താണ് ഇതാണ് നമ്മുടെ എന്ത് ന്യൂക്ലിയോസോംസ്. കണ്ടോ, ഇങ്ങനെ കുറെ ന്യൂക്ലിയോസോംസ് ഉണ്ട്. ഈ ന്യൂക്ലിയോസോംസിൽ എന്ത് ചെയ്യുവാണ്? ഇങ്ങനെ DNA റാപ്പ് ചെയ്യും. ഇത് ന്യൂക്ലിയോസോംസ് ആണ്, ഇത് ന്യൂക്ലിയോസോംസ് ആണ്. ഇങ്ങനെ ന്യൂമറസ് ന്യൂക്ലിയോസോംസ് എന്ത് ചെയ്യുവാണ്? ഇങ്ങനെ ഹൈലി കോയിൽ ചെയ്തിട്ട് നമ്മൾ ഈ സോളിനോയിഡ് ഫോമിൽ വരും. സോളിനോയിഡ് ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൈലി കോയിൽ ചെയ്തിട്ടുള്ള ഫോം വരും. ഇത് പിന്നെയും കണ്ടൻസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത് പറയാം? നമുക്കതിനെ ക്രോമാറ്റിൻ എന്ന് പറയും. അപ്പൊ ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇങ്ങനെ കുറെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ? ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിൽ എന്ത് കാണാൻ പറ്റും? ഇങ്ങനെ ബീഡഡ് ആയിട്ട് അല്ലെങ്കിൽ ബീഡ്സ് പോലെ ആരെ കാണാം? നമ്മുടെ ന്യൂക്ലിയോസോംസിനെ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ന്യൂമറസ് ന്യൂക്ലിയോസോംസ് ഉള്ള ഈ സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? ക്രോമാറ്റിൻ എന്ന് പറയും. ഈ ക്രോമാറ്റിൻ എന്ത് ചെയ്യും? പിന്നെയും ഹൈലി കോയിൽ ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറി? കണ്ടോ, ഹൈലി കോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഏത് സ്ട്രക്ചർ ആയിട്ട് മാറി? ദാറ്റ് ബിക്കം ക്രോമാറ്റിൻ ഫൈബേഴ്സ്. ക്രോമാറ്റിൻ ഫൈബേഴ്സ് എന്ന് വെച്ചാൽ കുറെ ഫൈബറസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ഹൈലി കോയിൽ ചെയ്ത് വരും. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ന്യൂക്ലിയോസോംസ് പ്ലസ് എന്താണ് വരിക? നമ്മുടെ ന്യൂക്ലിയോസോംസിന്റെ കൂടെ എന്ത് ചെയ്യും? ആ DNA റാപ്പ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് ന്യൂക്ലിയോസോംസ്. അതിൽ ബാക്കിയുള്ള DNA സ്ട്രാൻഡ്സ് അഗൈൻ കോയിൽ ചെയ്ത് കണ്ടോ, ഇതുപോലെ ന്യൂക്ലിയോസോംസ് ആണ്. അതിന്റെ കൂടെ DNAയും എല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഹൈലി കോയിൽ ചെയ്ത് വരുമ്പോൾ എന്തായിട്ട് മാറിയത്? ഇങ്ങനെ നന്നായി ക്ലോസ്ലി പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്രോമാറ്റിൻ എന്ന് പറയും. ക്രോമാറ്റിന്റെ കണ്ടന്റ് പിന്നെയും കൂടി കഴിയുമ്പോൾ എന്ത് കൊടുക്കാം? നമുക്കതിനെ ക്രോമാറ്റിൻ ഫൈബേഴ്സ് ആയി. ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഒന്നുകൂടി കണ്ടൻസ് ചെയ്യുമ്പോൾ എന്താ പറയുക? അതിനെ ക്രോമസോംസ് എന്ന് പറയും. അപ്പൊ ക്രോമസോംസ് ആയി കഴിയുമ്പോൾ കണ്ടോ, സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്രോമസോംസിന് കറക്റ്റ് ആയിട്ട് എന്തുണ്ട്? 2 ക്രോമാറ്റിഡ്സ് ഉണ്ട്. ഒപ്പം തന്നെ എന്താണ്? സെന്ററിൽ ഒരു സെൻട്രോമിയർ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ക്രോമസോംസ് ഇപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മളൊരു ക്രോമസോം എന്നുണ്ടെങ്കിൽ ക്രോമസോമിന്റെ ഉള്ളിൽ എന്താ കാണാം? ആദ്യം ഇതാണ് നമ്മുടെ ന്യൂക്ലിയോസോംസ്. ഈ ന്യൂക്ലിയോസോംസിൽ എന്താണ്? ഇങ്ങനെ ഇത് ഹൈലി കോയിൽ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇതാണ് എന്താ നമ്മൾ പറയുന്നത്? ക്രോമസോം എന്നുള്ള സ്ട്രക്ചർ ആയിട്ട് വരും. അപ്പൊ ഒരു ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? ഒരു സെന്ററിൽ എന്താ ഉണ്ടാവുന്നേ? ഒരു സെൻട്രോമിയർ വരും. പിന്നെ എന്താണ്? ഈ ആംസിനെ പറയുന്ന പേരാണ് ക്രോമാറ്റിഡ്സ് എന്ന് പറയും. ആംസ് ആണ് ക്രോമാറ്റിഡ്സ്. അപ്പൊ നോക്കിക്കേ ഇവിടെ. അപ്പൊ നമുക്ക് ഈ ക്രോമാറ്റിൻ അല്ലെങ്കിൽ നമ്മൾ ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സിന്റെ ഹൈലി കണ്ടൻസേഷൻ വരുമ്പോൾ എന്ത് മതി? ഹിസ്റ്റോൺ പ്രോട്ടീൻസ് മാത്രം പോരാ, എന്ത് വരും? വേറെ കുറച്ച് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ കോംപ്ലക്സ് കൂടി വരും. അതാണ് നമ്മൾ നോൺ ഹിസ്റ്റോൺ കോംപ്ലക്സ് എന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മുടെ യൂക്കാരിയോട്സിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ കാര്യം. എന്തൊക്കെയുള്ളത്? ക്രോമസോമിലെ കണ്ടന്റ് എന്തൊക്കെയാ? DNA പ്ലസ് ഹിസ്റ്റോൺ പ്രോട്ടീൻ പ്ലസ് നോൺ ഹിസ്റ്റോൺ കോംപ്ലക്സ്. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? DNA ഹിസ്റ്റോൺ പ്രോട്ടീൻ കൂടി ഹൈലി കോയിൽ ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു? അപ്പൊ അത് ഒന്ന് കോയിൽ ചെയ്ത് വന്നപ്പോൾ ക്രോമാറ്റിനായി. ഹൈലി കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായിട്ട് മാറി? ക്രോമാറ്റിൻ ഫൈബേഴ്സ്. ദെൻ നെക്സ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു ക്രോമസോം. അപ്പൊ നമുക്ക് പറയുമ്പോൾ എന്ത് പറയാം? ക്രോമാറ്റിൻ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി? ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഹൈലി കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായിട്ട് മാറി? ഇതേപോലെ സ്ട്രക്ചർ ഉള്ള ഒരു ക്രോമസോം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്രോമസോമിലെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ്? DNA ഹിസ്റ്റോൺ പ്രോട്ടീൻ ആൻഡ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ. അപ്പൊ അതിൽ നോക്കിക്കേ, നമുക്ക് ഈ സ്ട്രക്ചർ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു ക്രോമസോമിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഇതാണ് നമ്മുടെ ക്രോമസോമിന്റെ സ്ട്രക്ചർ എന്നുണ്ടെങ്കിൽ അതിലെന്താണ്? ഈ സെന്ററിൽ കാണുന്ന മാസിനെ ഓൾറെഡി പറഞ്ഞു എന്താണ്? സെൻട്രോമിയർ എന്ന് പറഞ്ഞു. ഈ ക്രോമാറ്റിന്റെ ഉള്ളിലാണ് എന്ത് കാണാൻ പറ്റുന്നത്? നമ്മുടെ ഈ ഹൈലി കോയിൽ ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണാം. അപ്പൊ നമുക്ക് എന്താണ്? നമ്മൾ ഈ ക്രോമസോംസിനെ ജസ്റ്റ് ഒന്ന് സ്റ്റെയിൻ ചെയ്യണതിന് വേണ്ടിയിട്ടായിരിക്കും. ഈ ക്രോമസോംസിനെ നമ്മൾ ക്ലിയർ ആയിട്ട് വിസിബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനൊന്ന് സ്റ്റെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ 2 ഡിസ്റ്റിങ്ക്ട് റീജിയൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഈ സ്ട്രക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതെന്താണ്? സെൻട്രോമിയർ ആണ്. പിന്നെ എന്താണ്? ചില റീജിയൻസ് കണ്ടോ ഒരു ബ്ലൂ കളറിലും ചിലതെന്താണ്? ഓറഞ്ച് കളറിലും കാണാൻ പറ്റും. അപ്പൊ ആ റീജിയൻസ് തമ്മിലെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ സ്റ്റെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ എന്തായിട്ട് വരും? നമ്മുടെ ക്രോമാറ്റിൻ നല്ല ലൂസായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിനെ പറയുന്ന പേരാണ് നമ്മൾ
യൂക്രോമാറ്റിൻ. ഇപ്പൊ നമ്മൾ ഇതിൽ നോക്കുവാണെങ്കിൽ ചില റീജിയൻസ് എന്ത് ചെയ്യും, നല്ല തിക്ലി പാക്ക് ആയിട്ടുള്ള റീജിയൻസ് വരും. ചില റീജിയൻസ് എന്തായിരിക്കും, ലെസ് തിക്കായിരിക്കും, ലൂസ്ലി പാക്ക് ചെയ്തിരിക്കും. അപ്പൊ അതിനനുസരിച്ച് എന്താ പ്രത്യേകത, നമ്മളൊരു സ്റ്റെയിൻ കൊടുത്തു കഴിയുമ്പോൾ ചില റീജിയൻസ് എന്ത് ചെയ്യും, നല്ല ഡാർക്ക് സ്റ്റെയിൻഡ് ആയിട്ടും ചിലത് എന്ത് ചെയ്യും, ലൈറ്റ് സ്റ്റെയിൻ ആയിട്ട്. ഇപ്പൊ നോക്കിക്കേ, ഈ ക്രോമസോംസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, ഇവിടെ നല്ല ഹൈലി കോയിൽ ചെയ്തിട്ടുള്ള റീജിയൻസ് ആണ്. അപ്പൊ ഹൈലി കോയിൽ ചെയ്ത റീജിയൻസ് സ്റ്റെയിൻ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ഡാർക്ക് സ്റ്റെയിൻ ആയിട്ട് കാണും. ഈ റീജിയൻസ് ഡാർക്ക് സ്റ്റെയിൻഡ് ആയിട്ട് കാണും. അതേസമയം ഈ റീജിയൻസ് എന്തായിരിക്കും, ലൈറ്റ് സ്റ്റെയിൻ റീജിയൻസ് ആയിരിക്കും. സ്റ്റെയിൻസ് വളരെ കുറഞ്ഞിട്ടേ കാണുള്ളൂ. കാരണം എന്താ, അത് ലൂസ്ലി പാക്ഡ് ആണ്. അപ്പൊ ഈ രണ്ട് റീജിയൻസിനും നമ്മൾ എന്ത് ചെയ്യും, രണ്ട് നെയിംസ് ആണ് മെൻഷൻ ചെയ്യുക. അപ്പൊ ക്രോമസോമിൽ നമുക്ക് എന്താ ഉള്ളത്, ഡാർക്ക് സ്റ്റെയിൻ റീജിയൻസും ഉണ്ട്, ലൈറ്റ് സ്റ്റെയിൻ റീജിയൻസും ഉണ്ട്. അപ്പൊ ഡാർക്ക് സ്റ്റെയിൻ റീജിയൻസിനെ പറയുന്ന പേരാണ് ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയും. ഡാർക്ക് സ്റ്റെയിൻ റീജിയൻസിനെ പറയുന്നതാണ് ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയും. ദെൻ ഈ ലൈറ്റ് സ്റ്റെയിൻ റീജിയൻസിനെ പറയുന്ന പേരാണ് യൂക്രോമാറ്റിൻ. ഹെട്രോക്രോമാറ്റിനും യൂക്രോമാറ്റിൻ. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമ്മൾ ന്യൂക്ലിയസിന് സ്റ്റെയിൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ മൈക്രോസ്കോപ്പിലൊക്കെ എന്തെങ്കിലും സെല്ലൊക്കെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റെയിൻ കൊടുത്താൽ ചെയ്യാം. അപ്പൊ സ്റ്റെയിൻ കൊടുത്തു കഴിയുമ്പോൾ ഈ ലൂസ്ലി സ്റ്റെയിൻ ചെയ്തിട്ടുള്ള റീജിയൻസ് എന്ത് കാണും, ലൈറ്റ് കളർ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ലൈറ്റ് കളറിൽ കാണുന്നത് ചോദിച്ചാൽ എന്താ പറയാ, ഇവിടെ ക്രോമാറ്റിൻ എന്താണ്, ലൂസ്ലി പാക്ഡ് ആണ്. അതേസമയം ഇവിടെ ആണെങ്കിൽ എന്താണ്, ഡെൻസ്ലി പാക്ഡ്. അപ്പൊ ഡെൻസ്ലി പാക്ക് ആയിട്ടുള്ള റീജിയൻസ് എന്തായിരിക്കും, ഡാർക്ക് സ്റ്റെയിൻഡ് ആണ്. ഇതെന്തായിരിക്കും, ലൈറ്റ് സ്റ്റെയിൻ ആണ്. അപ്പൊ ഇതിന് പറയുന്ന പേരും കൂടി ശ്രദ്ധിക്കുക. ഡാർക്ക് സ്റ്റെയിൻ റീജിയൻസിന് എന്ത് പറയും, ഹെട്രോക്രോമാറ്റിൻ. ദെൻ ഇതെന്താണ്, യൂക്രോമാറ്റിൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് ചോദിക്കാറുണ്ട് എപ്പോഴും ക്വസ്റ്റ്യൻ, നമ്മുടെ പബ്ലിക് എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ഹെട്രോക്രോമാറ്റിൻ ആൻഡ് യൂക്രോമാറ്റിൻ. എങ്ങനെ കൊടുക്കാം, ഹെട്രോക്രോമാറ്റിൻ എന്താണ്, നമുക്ക് ഡാർക്ക് സ്റ്റെയിൻ റീജിയൻസ് ആണ്. എന്തുകൊണ്ടാണ് ഡാർക്ക് സ്റ്റെയിൻ ആയി മാറുന്നത്, ബിക്കോസ് ദേ ആർ ഡെൻസ്ലി പാക്ഡ്. സെക്കൻഡ് പോയിന്റ് എന്താണ്, നമുക്ക് അപ്പൊ യൂക്രോമാറ്റിന്റെ അവിടെ എന്ത് കൊടുക്കാം, ദേ ആർ ലൂസ്ലി പാക്ഡ് ആൻഡ് ദേ ആർ ലൈറ്റ് ഇൻ കളർ കൊടുക്കാം. അപ്പൊ നമുക്ക് എന്താണ്, ഇനി ഒരു ഡിഫറൻസും കൂടി ഉണ്ട്. നമുക്ക് ആവശ്യം എന്താണ്, പ്രോട്ടീൻ സിന്തസിസ്. നമ്മൾ ഇതിന്റെ പിന്നാലെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോട്ടീൻ സിന്തസിസ്, ട്രാൻസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നോക്കിക്കേ, ഇതിൽ നമുക്ക് ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള റീജിയൻ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്ന റീജിയൻ ആരാണ്, യൂക്രോമാറ്റിൻ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതാണ് എന്ത് ചെയ്യുന്നത്, പ്രോട്ടീൻ സിന്തസിസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന റീജിയൻ ഏതാണ്, യൂക്രോമാറ്റിൻ ആണ്. അതേസമയം ഹെട്രോക്രോമാറ്റിൻ എന്താണ്, ഇൻആക്റ്റീവ് റീജിയൻസ് ആണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുവാണെങ്കിൽ എങ്ങനെയിരിക്കും. ഡിഫറൻസ് ഒന്ന് നോക്കുമ്പോൾ ഇത് നമ്മള് ക്രോമസോംസ് അല്ലെങ്കിൽ നമ്മൾ ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ എത്ര റീജിയൻസ് കാണാം, there are two regions, one is heterochromatin, other one is euchromatin. ഹെട്രോക്രോമാറ്റിൻ ആൻഡ് യൂക്രോമാറ്റിൻ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ് കൊടുക്കണ്ടേ, ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുമ്പോൾ എന്താ കളർ നോക്കുക, അത് എന്ത് കളർ ആയിരിക്കും, ഹെട്രോക്രോമാറ്റിൻ ഡാർക്ക് സ്റ്റെയിൻ റീജിയൻസ് ആണ്. അതേസമയം യൂക്രോമാറ്റിൻ എന്തായിരിക്കും, ലൈറ്റ് സ്റ്റെയിൻ റീജിയൻസ് ആണ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഡിഫറൻസ് കൊടുക്കേണ്ടത്. ദെൻ സെക്കൻഡ് ഡിഫറൻസ് എന്തായിരിക്കും, ഇത് എന്തുകൊണ്ടാണ് ഡാർക്ക് സ്റ്റെയിൻ ആവുന്നത്, എന്തുകൊണ്ട് ഡാർക്ക് സ്റ്റെയിൻ ആവുന്നത്, ദേ ആർ ഡെൻസ്ലി പാക്ഡ്. എന്താണ് ഡെൻസ്ലി പാക്ക് ചെയ്തിട്ടുള്ളത്, ഇവിടെ ക്രോമാറ്റിൻ ഡെൻസ്ലി പാക്ഡ് ആണ്. അതേസമയം യൂക്രോമാറ്റിനിൽ എന്താ പ്രത്യേകത, ഇവിടെ ലൂസ്ലി പാക്ഡ് ആണ്. ക്രോമാറ്റിൻ ലൂസ്ലി പാക്ഡ് ആണ്. ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് ഡിഫറൻസ് എന്താ കൊടുക്കേണ്ടത്, ആരാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഇവര് എന്താണ്, ഹെട്രോക്രോമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിൽ ഇൻആക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, ദേ ആർ ട്രാൻസ്ക്രിപ്ഷനലി ഇൻആക്റ്റീവ്. ദേ ആർ ട്രാൻസ്ക്രിപ്ഷനലി ഇൻആക്റ്റീവ് ആണ്. അതേസമയം നമുക്ക് എന്താണ്, യൂക്രോമാറ്റിൻ എന്ത് വരാം, ദേ ആർ ട്രാൻസ്ക്രിപ്ഷനലി എന്ത് കൊടുക്കാം, ആക്റ്റീവ് ആണ്. അപ്പൊ ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, യൂക്രോമാറ്റിൻ, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ എന്തിനാണ്, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ mRNA ഫോർമേഷൻ.
ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ക്രോമസോമിൽ നമ്മുടെ DNA പാക്കിംഗ് നടക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ക്രോമസോംസിന്റെ പാക്കിംഗ് എന്ന് പറഞ്ഞപ്പോ അത് നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ പ്രൊക്കാരിയോട്സിൽ പാക്കിംഗ് പറഞ്ഞു അല്ലെ. പ്രൊക്കാരിയോട്സിൽ എന്താ പ്രത്യേകത, ഇതുപോലൊരു ഡെഫിനിറ്റ് അറേഞ്ച്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എന്താ ചെയ്തുള്ളൂ, പ്രൊക്കാരിയോട്സിൽ വെറുതെ നമ്മുടെ DNA ഒപ്പം തന്നെ എന്ത് ചെയ്തു, കുറച്ച് പ്രോട്ടീൻസും കൂടി എന്ത് ചെയ്തു, ജസ്റ്റ് ഇപ്പൊ നമ്മൾ പ്രൊക്കാരിയോട്ടിക് സെൽ ഇതാണെങ്കിൽ ജസ്റ്റ് അവിടെ സ്കാറ്റർ ചെയ്ത് കിടന്നു മാത്രമേ ഉള്ളൂ. ഇതിനെ പറയുന്ന പേരാണ് എന്ത്, ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞു. എവിടെയാണ് നമ്മൾ പറഞ്ഞത്, പ്രൊക്കാരിയോട്സിൽ അല്ലെ. അതേസമയം നമ്മൾ യുക്കാരിയോട്സ് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്, കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തിട്ടാണ്. എങ്ങനെയാ നമുക്ക് ഡിഫറൻസ് കൊടുക്കുക, പ്രൊക്കാരിയോട്സിലും യുക്കാരിയോട്സിലും പാക്കിംഗ് തമ്മിൽ ഡിഫറൻസ് ചോദിച്ചാൽ എങ്ങനെയാ കൊടുക്കുക, പ്രൊക്കാരിയോട്സിൽ പ്രത്യേകിച്ച് ഒരു പാക്കിംഗ് ഒന്നുമില്ല, എന്ത് മാത്രമേ ഉള്ളൂ, ന്യൂക്ലിയോയിഡ് എന്നുള്ള സ്ട്രക്ചറെ പറയുള്ളൂ. എന്തുകൊണ്ടാണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്, ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ആകെ 2 സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണ്, DNA പ്ലസ് പ്രോട്ടീൻസ്. പിന്നെ എന്തില്ല, ന്യൂക്ലിയസിന് ഒരു വെൽ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ് പ്രൊക്കാരിയോട്സിൽ. അതേസമയം നമുക്ക് ഇവിടെ യുക്കാരിയോട്സിലാണെങ്കിലോ എങ്ങനെ ഡിഫറൻസ്, പാക്കിങ്ങിലെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു പ്രത്യേകത, ഇവിടെ നമ്മൾ DNA പാക്കിങ്ങിൽ എന്തൊക്കെയുണ്ട്, DNA ഉണ്ടാവും, ഒപ്പം തന്നെ എന്താ ഉള്ളത്, പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീൻസിൽ തന്നെ എന്താണ്, ഇവിടെ നമുക്കൊരു സിമ്പിൾ ടൈപ്പ് നമ്മുടെ പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതേസമയം ഇവിടെ എന്താണ്, പ്രോട്ടീൻസ് 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെ ടൈപ്സ് ആണ്, ഹിസ്റ്റോൺ പ്രോട്ടീൻസും വരും, ദെൻ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസും വരും. ഇങ്ങനെ 2 ടൈപ്പ് പ്രോട്ടീൻസ് വന്നു. ഇതാണ് നമ്മൾ യുക്കാരിയോട്സിലും പ്രൊക്കാരിയോട്സിലും പാക്കിങ്ങിൽ ഫസ്റ്റ് ഡിഫറൻസ്. ഇവിടെ എന്താണ്, ജസ്റ്റ് ഒരു പ്രോട്ടീൻ പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ് മാത്രമേ ഉള്ളൂ, അതിൽ എന്തില്ല, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഇല്ല. അതേസമയം ഇവിടെയാണെങ്കിൽ എന്താണ്, നമുക്ക് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവിടെ എന്തുണ്ട്, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനും ഹിസ്റ്റോൺ പ്രോട്ടീനും ഉണ്ട്. പിന്നെ എന്താണ്, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഇവിടെ സ്ട്രക്ചർ. ഇവിടെ നമ്മുടെ യുക്കാരിയോട്സിൽ എങ്ങനെയായിരുന്നു, ആദ്യം നമ്മുടെ ഹിസ്റ്റോൺസ് എന്ത് ചെയ്തു, ഒരു ഒക്ടോമർ ആയിട്ട് മാറിയത്, 8 ഹിസ്റ്റോൺസിന്റെ ഗ്രൂപ്പ് വന്നു. ഇവിടെ ഒരാൾ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്ത് നിന്നു. ഇതിലെന്ത് ചെയ്തു, ഇങ്ങനെ DNA റാപ്പ് ചെയ്തു. ഇത് നെക്സ്റ്റ് ഹിസ്റ്റോൺ അല്ലെ, ദെൻ നെക്സ്റ്റ് ഹിസ്റ്റോൺ ഒക്ടോമർ, ഇങ്ങനെ ഹൈലി കോയിൽ ചെയ്ത് അവസാനം എന്തായിട്ട് മാറി, ഇത് ക്രോമാറ്റിൻ ആയിട്ട് മാറി. ക്രോമാറ്റിൻ കണ്ടൻസ് ചെയ്ത് എന്തായിട്ട് മാറുവാണ്, ക്രോമസോംസ് ആയിട്ട് മാറി. അപ്പൊ ഇവിടെ എന്താണ്, ക്രോമസോംസ് കണ്ടൻസേഷൻ ഒന്നും കൂടി നടക്കുമ്പോൾ എന്ത് വന്നു, അവിടെ നോൺ ഹിസ്റ്റോൺ കോംപ്ലക്സും കൂടി വന്നു. ഒപ്പം തന്നെ എന്താണ്, ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ യുക്കാരിയോട്സിൽ എന്താ പ്രത്യേകത, ഓൾ ദീ സ്ട്രക്ചേഴ്സ് ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻസൈഡ് ദി എവിടെയാ വരുന്നത്, ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസിൽ ഇങ്ങനെയാണ് നമ്മൾ ക്രോമാറ്റിൻ, ഇതാണ് ക്രോമാറ്റിൻ എന്ന് പറയുമ്പോൾ ഇതെന്തായിട്ട് മാറും, ക്രോമസോം ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് വരും. ഈ ഡെഫിനിറ്റ് ഷേപ്പ് വന്നു കഴിയുമ്പോൾ ഈ ഡെഫിനിറ്റ് ഷേപ്പിന്റെ ഉള്ളിലാണ് ആര് വരുന്നത്, ഇങ്ങനെ ഹൈലി കോയിൽ ചെയ്തിട്ടുള്ള ക്രോമസോം. പക്ഷെ ഈ ഒരു ഷേപ്പ് നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റില്ല, പ്രൊക്കാരിയോട്സിൽ കൊടുക്കാൻ പറ്റില്ല. പ്രൊക്കാരിയോട്സിൽ വെറുതെ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടാണ് ആര് കിടക്കുള്ളൂ, ക്രോമസോംസ് കിടക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഇവിടെ ജസ്റ്റ് ഒന്നും കൂടിയും ഇതിന്റെ ഒരു ക്രോമസോമിന്റെ സ്ട്രക്ചറും കൂടിയും പറഞ്ഞിട്ട് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പൊ ക്രോമസോമിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്താൽ മതി. നമുക്ക് ഇതിന് നെക്സ്റ്റ് ഇത് പറയുന്നത് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും, അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഒരു ക്രോമസോമിന് എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്, ഒരു സെൻട്രോമിയർ ഉണ്ട്, ഒപ്പം തന്നെ എന്താ ഉള്ളത്, എത്ര ക്രോമാറ്റിഡ്സ് ഉണ്ടെന്ന് പറയാം, there are 2 chromatids 1 2. ഇതാണ് നമ്മളൊരു ടിപ്പിക്കൽ ക്രോമസോമിന്റെ ഷേപ്പ് എന്ന് പറയും. അപ്പോൾ ഈ 2 ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ ആംസ് ആണ്. ഈ സെൻട്രോമിയറിന്റെ 2 സൈഡിൽ എന്താണ്, ഇങ്ങനെ ഒരു ഡിസ്ക് പോലെയുള്ള ഭാഗമുണ്ട്. ഈ ഡിസ്ക് പോലെയുള്ള ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, കൈനെറ്റോകോർ എന്ന് പറയും. ഡിസ്ക് പോലെയുള്ള ഭാഗത്തിനെ പറയുന്ന പേരാണ് കൈനെറ്റോകോർ. ഇത് സെൻട്രോമിയർ എന്ന് പറഞ്ഞു, ഇതിനെയാണ് എന്ത് പറയുന്നത്, കൈനെറ്റോകോർ എന്ന് പറയും. ഈ കൈനെറ്റോകോറിലാണ് എന്ത് അറ്റാച്ച് ചെയ്തു, ഇവിടേക്കായി നമ്മൾ എന്ത് അറ്റാച്ച് ചെയ്തു, ഈ ക്രോമാറ്റിഡ്സ് അറ്റാച്ച് ചെയ്തു. അപ്പൊ ഒരു ടിപ്പിക്കൽ ക്രോമസോമിന്റെ ഫോർമേഷൻ ഇപ്പൊ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്ത്, ആദ്യം DNA സ്റ്റാർട്ട് ചെയ്തു, അവസാനം എന്തായിട്ട് മാറി, അത് ഒരു ക്രോമസോമായിട്ട് മാറി. അപ്പൊ ക്രോമസോംസിന് ഈ ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഹൈലി കോയിൽ ചെയ്ത് വരുന്ന നമ്മുടെ DNA, ക്രോമസോംസിന്റെ ഉള്ളിൽ എന്താ കാണുന്നത്, ഈ ക്രോമാറ്റിൻ ത്രെഡ്സ് ഹൈലി കോയിൽ ചെയ്തിട്ട് ക്രോമസോംസ് ആയിട്ട് മാറി. അപ്പൊ ഇവിടെ വരുന്ന, അതായത് നമ്മുടെ ക്രോമസോമിന്റെ ഉള്ളിൽ കാണുന്ന DNA ജീൻസ് ആണ് നമ്മുടെ ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജീൻസ് ആർ ദി ഹെറിഡിറ്ററി യൂണിറ്റ്സ് എന്ന് പറയും. DNA അല്ലെങ്കിൽ ഇതിനാണ് നമ്മുടെ ജീൻസ് ആണ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ജീൻസിന് എന്ത് പറയാം, ദി ആർ കോമൺലി നോൺ ആസ് ഹെറിഡിറ്ററി
യൂണിറ്റ്സ് എന്ന് പറയും. ഹെറിഡിറ്ററി യൂണിറ്റ്സ് അല്ലെ. ഒപ്പം തന്നെ എന്താണ് നമ്മൾ DNA പറയുന്ന പേരാണ് ദേ ആർ കോൾഡ് ഹെറിഡിറ്ററി വെഹിക്കിൾസ് എന്ന് പറയും. എന്തുകൊണ്ടാണ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്? കാരണം ഇവരാണ് എന്തിനെ ക്യാരി ചെയ്യുന്നത്? ജീൻസിനെ ക്യാരി ചെയ്യുന്നത്. അപ്പൊ DNA എവിടെയാണ് കാണുന്നത്? ക്രോമസോമിലാണ് കാണുക. ഈ ക്രോമസോംസിന്റെ നമ്പർ ആണ്. നമ്മുടെ ബോഡിയിൽ എത്ര ക്രോമസോംസ് ഉണ്ടാവും? മൊത്തം ഓരോ സെല്ലിലും എത്ര ക്രോമസോംസ് ആണ്? 46 ക്രോമസോംസ് ആണ് നമ്മുടെ ഓരോരുത്തരുടെ ബോഡിയിലുള്ളത്. ഇതില് 44 എന്ത് പറയും? നമ്മുടെ ബോഡി ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യും. ദേ ആർ കോമൺലി നോൺ ആസ് ഓട്ടോസോംസ് എന്ന് പറയും. ഓട്ടോസോംസ്. ആൻഡ് ദെൻ 2 chromosomes are called as sex chromosomes. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതില് ഈ 2 സെക്സ് ക്രോമസോംസ് ഏതൊക്കെയാണ്? എക്സും വൈയും. അത് തന്നെ അറിയാം നിങ്ങൾക്ക്. മെയിൽ ആണെങ്കിൽ എന്തായിരിക്കും വരിക? 2 X ക്രോമസോംസ്, 2 ഒരു എക്സും വൈയും ഒരുമിച്ച് വരുവാണെങ്കിൽ എന്തായിട്ട് വരും? ആ ഇൻഡിവിജ്വൽ മെയിലായിട്ട് വരും. അതേസമയം 2X വരുവാണെങ്കിൽ എന്തായി മാറി? ഇൻഡിവിജ്വൽ ദാറ്റ് ബിക്കം ഫീമെയിൽ. അതേസമയം നമുക്ക് എന്താണ്? 44 ഓട്ടോസോംസ് ആണ് നമ്മുടെ ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ക്രോമസോംസിലെ DNA ജീൻസ് ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ DNA എന്തായിട്ട് പറയുന്നത്? ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി ജനറ്റിക് മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ജനറ്റിക്, അല്ലെങ്കിൽ നമ്മുടെ ഹെറിഡിറ്ററി വെഹിക്കിൾസ് ആയിട്ട് പറയാം. കാരണം എന്താ? ഹെറിഡിറ്ററി യൂണിറ്റ്സ് ആയിട്ടുള്ള ജീൻസിനെ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് ക്രോമസോംസ്. അല്ല, DNA എവിടെയാണ് കാണുന്നത്? ക്രോമസോംസിൽ. അപ്പൊ ഇവരൊക്കെ DNA ക്രോമസോംസ് ഒക്കെ എന്തായിട്ട് വരും? ഇതിനൊക്കെ നമ്മുടെ ഹെറിഡിറ്ററി യൂണിറ്റ്സിനെ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ DNA എവിടെയാണ് കാണുന്നത്? ക്രോമസോംസ്. അപ്പൊ ഇവരൊക്കെ എന്താണ്? നമ്മുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന വെഹിക്കിൾസ് ആണ്. അപ്പൊ നമുക്ക് ഈ ക്രോമസോമിൽ വരുന്ന എന്ത് അബ്നോർമാലിറ്റീസും എന്തായിട്ട് വരാം? നമ്പർ കുറഞ്ഞാലും കൂടിയാലും ഒക്കെ എന്താണ്? നമുക്ക് അതിനെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആയിട്ട് പറയാം. ദെൻ ലാസ്റ്റ് നമ്മൾ പിന്നെ എന്താ ഡിസ്കസ് ചെയ്തത്? ഡിഫറൻസ് ബിറ്റ്വീൻ ഹെട്രോക്രോമാറ്റിൻ ആൻഡ് യൂക്രോമാറ്റിൻ. അതിന്റെ ഡിഫറൻസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏതാണ്? 2 റീജിയൻസ് ആണ്. ലൂസ്ലി അറേഞ്ച് ചെയ്തിട്ടുള്ള റീജിയൻസിന് എന്ത് പറയും? യൂക്രോമാറ്റിൻ. അതെന്തായിരിക്കും? ലൈറ്റ് സ്റ്റെയിൻ ആണ്. ഡെൻസ്ലി പാക്ക് ചെയ്തിട്ടുള്ള റീജിയൻസ് എന്താണ്? നമുക്ക് ഡാർക്ക് സ്റ്റെയിൻ റീജിയൻസ് ആയിട്ട് വരും. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയും. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു വേർഡ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ട്രാൻസ്ക്രിപ്ഷൻ നിങ്ങൾ പഠിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ DNA എന്ത് ചെയ്യുവാണ്? ഒരു mRNA ഫോം ചെയ്ത് ഈ mRNA എന്ത് ചെയ്യുകയാണ്? പ്രോട്ടീൻ ഫോം ചെയ്യുക. അപ്പോൾ ഈ DNA എന്ത് ചെയ്യുവാണ്? ഈ mRNA ഫോം ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? DNA എന്ത് ഫോം ചെയ്യുവാണ്? ഈ mRNA ഫോം ചെയ്യും. ഇതിനനുസരിച്ചിട്ടാണ് എന്ത് വരുന്നത്? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് DNA ഈ mRNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ. ഇവിടെ ക്ലിയർ ആയില്ലെങ്കിലും ടെൻഷനൊന്നും വേണ്ട. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പഠിക്കുന്നത് ഫുള്ള് ഈ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ആണ് പഠിക്കുന്നത്. അപ്പോൾ ഈ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഈ പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? യൂക്രോമാറ്റിൻ ആണ്. ഹെട്രോക്രോമാറ്റിൻ എന്തിലില്ല? ഇതിൽ യാതൊരു റോളും ഇല്ല. അതാണ് നമ്മൾ പറഞ്ഞത് ദേ ആർ ട്രാൻസ്ക്രിപ്ഷനിൽ ആക്റ്റീവ്. ആരാണ് ട്രാൻസ്ക്രിപ്ഷനിൽ ആക്റ്റീവ് ആവുന്ന? ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ഈ ട്രാൻസ്ക്രിപ്ഷന് ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരാണ് ആരാണ്? യൂക്രോമാറ്റിൻ. ഹെട്രോക്രോമാറ്റിന് ഇതിൽ റോളില്ല. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ടേമിൽ പറയുവാണെങ്കിൽ ഹെട്രോക്രോമാറ്റിൻ എന്തിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല? പ്രോട്ടീൻ സിന്തസിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്? പാക്കിംഗ് ഓഫ് DNA, അല്ലെങ്കിൽ നമ്മുടെ ക്രോമസോംസിൽ എങ്ങനെയാണ് DNAയുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മൾ DNAയുടെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. ഏതാണ്? നമ്മുടെ DNAയുടെ സ്ട്രക്ചർ ഓർത്ത് വയ്ക്കുക. DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ, ഒപ്പം തന്നെ DNAയുടെ 4 നൈട്രജൻ ബേസ്. അതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ അടുത്തത് വരുന്നത്. ഈ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ അതിന് ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നന്നായി റിവൈസ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ ദെൻ താങ്ക് യു.